നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഈ ലോകത്തിലെ മനുഷ്യന്മാരെ പോലെ തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തന്റെ മക്കളെ വളച്ചൊടിക്കുന്നവനല്ല ദൈവം. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നന്മ പ്രവർത്തിപ്പാനും തിന്മ പ്രവർത്തിപ്പാനും, നല്ലവനായിരിക്കാനും പാപിയായിരിക്കാനും, ദുഷ്ടനായിരിക്കാനും നീതിമാനായിരിക്കാനും ദൈവം തന്നിരിക്കുന്ന ഫ്രീഡമാണ്. പക്ഷേ വചനം പറയുന്നു, നിന്റെ പ്രവർത്തികൾക്ക് തക്കതായൊരു വിധി നിനക്ക് വരും. നിന്റെ പ്രവർത്തികൾക്ക് തക്കതായൊരു പ്രതിഫലം നിന്റെ ജീവിതത്തിലേക്ക് വരും. നീ നല്ലവനാണെങ്കിൽ നല്ല പ്രതിഫലം. നമ്മൾ ചിന്തിക്കും, ആ 99 ആടുകൾ മോശപ്പെട്ടതാണ്, ഈ ഒരു ആടും ശ്രേഷ്ഠമാണെന്ന്. 99 ആടും സുഖമായി സുരക്ഷിതമായി യജമാനന്റെ തൊട്ടിയിൽ നിന്ന് പാനം ചെയ്തപ്പോൾ, യജമാനന്റെ പുൽത്തട്ടിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ, ഈ ഒരെണ്ണം ഉണ്ടല്ലോ ക്ഷണിക സുഖത്തിന് വേണ്ടി ഓടിയത്, സ്വന്തം ബുദ്ധിക്ക്